മാതൃ ഇടവകയാണ്. 19 വർഷത്തിൻ്റെ ചരിത്രം നമുക്ക് ഉണ്ട്. ഈ തിരുനാൾ തീർച്ചയായിട്ടും ആഘോഷപൂർവം നടത്തുവാനായിട്ട് നമുക്ക് ഈ വർഷം സാധിച്ചത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണ്. അതിനാൽ തന്നെയാണ് 19 യുവദമ്പതികളും യുവജനങ്ങളും മുൻപോട്ട് വന്ന് പ്രസിഡന്റുമാരായിട്ട് മുൻകൈ എടുത്ത് സമുചിതമായിട്ട് തിരുനാൾ ആഘോഷിക്കുവാൻ അവർ മുതിർന്നു. അവരെ ഞാൻ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുകയാണ്, അനുമോദിക്കുകയാണ്. കാരണം വരും തലമുറയ്ക്ക് വിശ്വാസം പകരുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നമ്മുടെ യുവതലമുറ ഈ തിരുനാൾ ഏറ്റെടുത്ത് ഇന്ന് ഈ തിരുനാൾ നമ്മൾ ആചരിക്കുന്നത്. കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യം, ഈ ആഘോഷങ്ങൾക്ക് അപ്പുറത്ത് അവർ ഈ തിരുനാളിൻ്റെ നാമത്തിൽ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ മുതിർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ ഇടവകയുടെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ അനുസ്മരിക്കുന്നു. കാരണം ഈ ഇടവക സമൂഹത്തിലെ മലങ്കര അംഗങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന കരുതലിനും സ്നേഹത്തിനും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തിരുഹൃദയ ഭക്തിയെക്കുറിച്ചും നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ചും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ അവസരത്തിൽ ചിന്തിക്കുകയാണ്. കാലം ചെയ്ത ഭാഗ്യസ്മരണാർത്ഥനായ ഫ്രാൻസിസ് പാപ്പായെ നമുക്ക് വിസ്മരിക്കാനാവില്ല. തൻ്റെ മരണത്തിന് മുൻപായി തൻ്റെ 4ാമത്തെ ചാക്രിക ലേഖനം പരിശുദ്ധ പിതാവ് പുറപ്പെടുവിച്ചു. അതിൻ്റെ പേര് അവൻ നമ്മെ സ്നേഹിച്ചു എന്നാണ്. അതിൻ്റെ ശീർഷകം അവൻ നമ്മെ സ്നേഹിച്ചു. അത് തിരുഹൃദയത്തെ പറ്റിയാണ് പരിശുദ്ധ പിതാവ് ആ ചക്രീയ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. പൗലോസ്ലീഹായുടെ റോമർക്കുള്ള ലേഖനത്തിലെ 8-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് ആ ശീർഷകം അടങ്ങിയിരിക്കുന്നത്. അവൻ നമ്മെ സ്നേഹിച്ചു എന്ന്. ആ ശീർഷകത്തിൽ തന്നെ തിരുഹൃദയത്തിൻ്റെ വലിയ സന്ദേശം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, സിസ്റ്റർ മാർഗരറ്റ് മേരി അലക്കോക്കിന് തിരുഹൃദയ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ട ആ വലിയ സംഭവത്തിന് 350-ാം ജൂബിലി വർഷത്തിലാണ് പരിശുദ്ധ പിതാവ് തിരുഹൃദയത്തെ പറ്റി ഇങ്ങനെയൊരു ചക്രീയ ലേഖനം ഇറക്കിയത്. 1673-ലാണ് നമ്മുടെ കർത്താവ് തിരുഹൃദയ ഈശോ മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട വർഷം. ഈ ജൂൺ 25-ന് ജൂബിലിയുടെ സമാപന ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഇടവകയുടെ തിരുനാളാചരണം വളരെ അർത്ഥപൂർണമാണ്. തിരുഹൃദയത്തിൻ്റെ ജൂബിലിയുടെ പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിക ലേഖനം എല്ലാം ഒത്തുവന്നിരിക്കുന്ന ഒരു വർഷത്തിലാണ് നമ്മൾ ഈ ജൂബിലി ആഘോഷിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭയിലാകമാനം തിരുഹൃദയ ഭക്തി കൂടുതൽ ശക്തമായി പ്രചരിച്ചിരുന്നു. അതിനു മുൻപ് തിരുഹൃദയ ഭക്തി ഉണ്ടായിരുന്നു.
എന്നാൽ ലിയോ 13 മാർപ്പാപ്പ ലോകത്തെ മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ചു. അങ്ങനെയാണ് സഭയിലെ തിരുഹൃദയത്തോടുള്ള ഭക്തി ശക്തമായിട്ട് വരുവാൻ ഇടയായത്. ലിയോ 13 മാർപ്പാപ്പ പല കാര്യങ്ങളിലും നമ്മളെ ഉപദേശിക്കുകയും സഭയിൽ വലിയ പരിവർത്തനം ഉണ്ടാകുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ഈ പുതിയ മാർപ്പാപ്പായുടെ ലിയോ 14 മാർപ്പാപ്പായുടെ വരവോടുകൂടി നമുക്കറിയാം. പൗരസ്ത്യ സഭയോടുള്ള സമീപനവുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് മാസാന്ത്യ വെള്ളിയാഴ്ച തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച ദിവസമായിട്ട് നമ്മൾ ഇന്നോളം ആചരിച്ച് വരുന്നത് ഈ തിരുഹൃദയ ഭക്തിയുടെ ഭാഗമായിട്ടാണ്. 1911 കോട്ടയം രൂപത അല്ലെങ്കിൽ കോട്ടയം ജ്ഞാനായ അപ്പസ്തോലിക്ക സ്ഥാപിതമായപ്പോൾ അതിൻ്റെ മധ്യസ്ഥനായിട്ട് തിരുഹൃദയ ഈശോയെ നമ്മൾ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള കാരണവും ഈ ഒരു പശ്ചാത്തലം തന്നെയാണ്. അതിനുശേഷം അഭിമന്യനായ ചോളപ്പറമ്പിൽ പിതാവ് നമ്മുടെ രൂപതയ്ക്ക്, കോട്ടയം രൂപതയ്ക്ക് ഒരു സന്യാസ സമൂഹം ആവശ്യമാണ്. ആ സമൂഹത്തിലൂടെ രൂപതയ്ക്ക് ഒരു ആത്മീയ ശക്തി പകർന്ന് ലഭിക്കണം. രൂപതയുടെ ഹൃദയമായിട്ട് അതുകൊണ്ട് കോട്ടയത്തെ തിരുഹൃദയക്കുന്ന് പരിശുദ്ധ പിതാവ് അത് വിലയ്ക്ക് വാങ്ങുകയും ആ സ്ഥലം വിലയ്ക്ക് വാങ്ങുകയും അവിടെ തിരുഹൃദയ ദാസ സമൂഹം 1921 പിതാവ് ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും കോട്ടയം രൂപതയെ സംബന്ധിച്ചിടത്തോളം തിരുഹൃദയവുമായിട്ടുള്ള വലിയ ബന്ധം, നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന ബന്ധം, അതെല്ലാം നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാം. നമുക്കറിയാം, ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയം വികാരങ്ങളുടെ ഉറവിടമാണ്, ഇരിപ്പിടമാണ്. അതുകൊണ്ടാണ് നാം സ്നേഹിക്കുക ഹൃദയം കൊണ്ടാണ് എന്ന് പറയുന്നത്. വികാരവും ഹൃദയവും തമ്മിലുള്ള വലിയ ബന്ധം ആധുനിക ശാസ്ത്രപ്രകാരം അതൊരു പക്ഷെ തെറ്റായിരിക്കാം. രക്തം ശുദ്ധീകരിക്കുന്ന ശരീരത്തിൻ്റെ ഒരു അവയവമാണ് ഹൃദയം. എന്നാൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തൻ്റെ ചക്രീയ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഹൃദയം കേവലം ഒരു അവയവമല്ല, സമഗ്രതയിലും ഒരു വ്യക്തിയുടെ ജീവിതമാണ്, അഥവാ കേന്ദ്രമാണ്. ഒരു വ്യക്തിയുടെ കേന്ദ്രമാണ് ഹൃദയം എന്നാണ് പാപ്പ പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയം എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ തീവ്രമായ സ്നേഹത്തിൻ്റെ അടയാളമാണ്, പ്രതീകമാണ് എന്ന് പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ നമുക്കറിയാം പരിപൂർണ അല്ലെങ്കിൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അവൾ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മുടെ കർത്താവിനുണ്ട്. പൂർണ്ണ ദൈവം എന്ന നിലയിൽ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയും നമ്മുടെ കർത്താവിൽ ഉണ്ട്. ആ ഹൃദയം അതിനാൽ തന്നെ ദൈവത്തിൻ്റെയും മനുഷ്യനും ദൈവവും സന്ധിക്കുന്നതായിട്ടുള്ള വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവിൻ്റെ വ്യക്തിത്വം. അവൻ്റെ ഹൃദയം മനുഷ്യൻ്റെ ഹൃദയമാണ്, അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയമാണ്. ആ തുറക്കപ്പെട്ട ഹൃദയം നമുക്കറിയാം, കുരിശിൽ അവൻ്റെ ഹൃദയം തുറക്കപ്പെട്ടു. അതിൽ നിന്നും രക്തവും വെള്ളവുമാണ് ഒഴുകിയത്. രക്തം ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ജീവനാണ്, വെള്ളം
ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മാവാണ്. തൻ്റെ ജീവനെയും ആത്മാവിനെയും അവൻ പരിപൂർണമായിട്ടും കുരിശിൽ സമർപ്പിച്ചു. അതാണ് കുത്തിത്തുളയ്ക്കപ്പെട്ട അവൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത. തൻ്റെ പിതാവിന് തന്നെ പരിപൂർണമായും അവൻ സമർപ്പിച്ചവനാണ്. മനുഷ്യവംശത്തിന് അവൻ തന്നെ പരിപൂർണമായും സമർപ്പിച്ചവനാണ്. അപ്പോൾ കുരിശില് അവൻ്റെ ബലി പരിപൂർണ സമർപ്പണത്തിൻ്റെ ബലിയാണ്. പൂർണ്ണമായും അവൻ്റെ ഹൃദയം തുറക്കപ്പെട്ട ഒരു ഹൃദയമാണ്. അത് ഒരിക്കലും അടയപ്പെടുകയില്ല, നിത്യമായി തുറന്നു തന്നെ ഇരിക്കുകയാണ്. ആ ഉള്ളില് ആ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞതായിട്ടുള്ള ഹൃദയമാണ്, തുറവിയുള്ള ഹൃദയമാണ്. അതിൻ്റെ പൂർണ്ണതയിൽ തുറവിയുള്ള ഹൃദയമാണ് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം വഴി നമ്മുടെ ദൈവസ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മനുഷ്യ സ്നേഹം എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധ പിതാവ് അത് കൂട്ടി ചെയ്ത് പറയുകയാണ്, ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചു എന്ന്. നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവമാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. തൻ്റെ പുത്രനിലൂടെ, നമ്മുടെ കർത്താവിലൂടെ ദൈവം നമ്മളെല്ലാം ആദ്യം സ്നേഹിച്ചു. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം ദൈവത്തിനും മനുഷ്യർക്കുമായി പൂർണ്ണമായി തുറക്കപ്പെട്ട ഹൃദയമാണ്. യേശു സംസാരിച്ചത് മനുഷ്യന്റെ ഹൃദയത്തോടാണ്. ആ ഹൃദയം മുഴുവൻ സ്നേഹം നിറഞ്ഞ, കരുണ നിറഞ്ഞ ഹൃദയമായിരുന്നു എന്ന് പൗലോസ് അന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ചക്രീയ ലേഖനത്തിൽ നമ്മളോട് പറയുന്നു. ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, ഉദാഹരണമായിട്ട് നമ്മുടെ കർത്താവ് സമറിയാക്കാരി സ്ത്രീയോട് സംസാരിച്ചത്, നിക്കോദീമോസുമായുള്ള സംസാരം, സ്ത്രീയുമായുള്ള അവൻ്റെ സംസാരം, വഴിയരികിലെ അന്ധനുമായിട്ടുള്ള അവൻ്റെ സംസാരം എല്ലാം പരിശോധിച്ചാൽ അവൻ്റെ ഹൃദയം കാരുണ്യ കടലാണ്. അവൻ്റെ ഹൃദയം നന്മ നിറഞ്ഞതാണ്. അവൻ്റെ ഹൃദയം പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ഹൃദയമാണ്. സ്നേഹം കൊണ്ട് നിറഞ്ഞ യേശുവിൻ്റെ ഹൃദയം, ദൈവ സ്നേഹത്താലുള്ള ഹൃദയം, ദൈവസ്നേഹത്തിനായുള്ള നമ്മളുടെ എല്ലാം ദാഹത്തെ അവൻ ശമിപ്പിക്കുന്നവനാണ് എന്നും പോപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ രക്ഷാകര ചരിത്രത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്തിയത് നമുക്കറിയാം. ദൈവം സ്നേഹം ആണെന്ന് തന്നെയാണ്. ദൈവത്തിന് സ്നേഹമുണ്ടെന്നല്ല ദൈവത്തെ പറ്റി പറയുന്നത്, ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ഏക ദൈവം പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ ദൈവം 3 ദൈവീക വ്യക്തികളുടെ കൂട്ടായ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അവൻ ഏകദൈവമെന്ന് തന്നെയാണ് വിളിക്കപ്പെടുന്നത്. അപ്പൊ ദൈവം ഏകദൈവമാണ്. ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. ദൈവത്തിലെ 3 വ്യക്തികളും ആളുകളും പരസ്പരം കൂട്ടായ്മയിലാണ്, ബന്ധത്തിലാണ്. അതാണ് സ്നേഹം. അതാണ് ദൈവം സ്നേഹമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. 3 വ്യക്തികളും ത്രിത്വത്തിലെ സ്നേഹബന്ധത്തിലാണ്. അവരെ ഒന്നാക്കുന്നത് ഏകദൈവമാണ്. സത്തയിൽ അവരേകമാണ്. അതാണ് അവരെ ഒന്നാക്കുന്നത്. 3 പേരും അവരുടെ ജീവിതം പരിപൂർണമായി പങ്കുവയ്ക്കുന്നു. സ്നേഹത്തിൽ അവരുടെ ജീവിതം അവർ പങ്കുവയ്ക്കുന്നു. അങ്ങനെയാണ് സ്നേഹം മൂലമാണ് പരസ്പരം അവർ 3 പേരും തമ്മിലുള്ള സ്നേഹം മൂലമാണ് അവരേക ദൈവമായി തീരുന്നത്. യേശു അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചു, അതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളും
പരസ്പരം സ്നേഹിക്കണം എന്ന്. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ് നാം സ്നേഹം പഠിക്കേണ്ടത്. ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, അവൻ്റെ ഹൃദയത്തിൽ നാം സുവിശേഷത്തിൻ്റെ പൂർണ്ണത കാണുന്നു എന്ന് പാപ്പ കൂട്ടിച്ചേർക്കുകയാണ്. വീണ്ടും പാപ്പ പറയുകയാണ്, നാം ജീവിക്കുന്നത് ഹൃദയം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ്. വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ, ഈ പ്രതിസന്ധികളുടെ ലോകത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഹൃദയം ഉള്ളവരായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ കർത്താവിൻ്റെ വലിയ മാതൃകയാണ് നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്നുമാണ് എന്ന് പാപ്പ പറയുമ്പോൾ പാപ്പ പറയുകയാണ്, തിരുഹൃദയ ഭക്തിയെ നാം ഈ കാഴ്ചപ്പാടിൽ നവീകരിക്കുവാനായിട്ടും ശ്രദ്ധിക്കണമെന്ന്. ആ തുറക്കപ്പെട്ട ഹൃദയം എല്ലാവരെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതായ ഹൃദയമാണ്. സ്നേഹ ജ്വാല വമിക്കുന്നതായ ഹൃദയം, സ്നേഹത്തിൻ്റെ ബഹിഷ്പുരണങ്ങൾ നിരന്തരം വമിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമാണ് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം. ആ ഹൃദയത്തെ സ്പർശിച്ചവനായ നമ്മളുടെ പിതാവ്, നമ്മളുടെ വിശ്വാസത്തിൻ്റെ പിതാവ്, ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ തോമാസ് ശ്ലീഹ പ്രഖ്യാപിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സർവ്വതും അവിടെ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെ അനുഭവിച്ചതായ ശ്ലീഹ, ആ ശ്ലീഹ നമുക്ക് പകർന്നു തന്ന വലിയ വിശ്വാസത്തിൻ്റെ പൈതൃകം അതാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ഈ വിശ്വാസം നമുക്ക് നമ്മുടെ തലമുറകൾക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ തിരുനാളിൽ ആശംസിക്കുകയാണ്. നമ്മളുടെ അതിരൂപതയുടെയും ജ്ഞാനായ മക്കളുടെയും ഹൃദയത്തിൽ ആത്മീയ ശക്തി പകരുവാനായിട്ട് നമ്മുടെ കർത്താവിൻ്റെ തുറക്കപ്പെട്ട ഹൃദയത്തിന് കഴിയും. ആ വലിയ ഹൃദയം നൽകുന്ന ആ സ്നേഹത്തിൽ, ആ രക്തവും വെള്ളവും ഒഴുക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ആ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയട്ടെ. അങ്ങനെ സ്നേഹത്തിൻ്റെ വലിയ പ്രവാചകരായി, വലിയ സാക്ഷികളായിട്ട് കർത്താവിനോടൊപ്പം, തിരുഹൃദയ യേശുവോടൊപ്പം നമുക്ക് ജീവിക്കുവാനായിട്ട് ഈ മണ്ണിൽ, ഈ കുടിയേറ്റ മണ്ണിൽ നമുക്ക് ഏവർക്കും കഴിയട്ടെ, നമ്മുടെ തലമുറകൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം നേരുകയാണ്. എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിലൂടെ നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയ ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാണ്.